real beauty in your heart. Boche Golden Diamonds. Buy now, pay later. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പറിലുള്ള മൂല്യനിർണ്ണയ ക്യാമ്പാണ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പുനഃക്രമീകരിച്ച SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരപേപ്പറിന്മേലുള്ള മൂല്യനിർണ്ണയമാണ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 89 ക്യാമ്പുകളാണ് ഇതിനായി സജ്ജമാക്കിയിട്ടുള്ളത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. വാടാനംകുറിശി, നടുവട്ടം സ്കൂളുകളിൽ SSLC പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം ഒഴികെയുള്ള എല്ലാ ഉത്തരപേപ്പറുകളെയും മൂല്യനിർണ്ണയമാണ് നടത്തുന്നത്. ആദ്യം +1 ഇംപ്രൂവ്മെന്റിന്റെയും പിന്നീട് +2വിന്റെയും പിന്നീട് +1ന്റെയും ഉത്തരപേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുക. 400 അധ്യാപകരുടെ നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയം. 70 പേർ ചീഫ് എക്സാമിനർമാരായും പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ അഷ്റഫ് പറഞ്ഞു. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായി SSLC ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഇന്ന് ആരംഭിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ GHSS പട്ടാമ്പിയിൽ ക്യാമ്പ് നമ്പർ 54ൽ ഇന്ന് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ആരംഭിച്ചു. 400-ൽ കൂടുതൽ അധ്യാപകർ ഡ്യൂട്ടിക്ക് ഹാജരായിട്ടുണ്ട്. ഇതിൽ ചീഫ് എക്സാമിനർമാരുടെ എണ്ണം 70-ൽ കൂടുതലാണ്. വിവിധ വിഷയങ്ങളിലായി ഏകദേശം 10 ദിവസങ്ങൾക്കുള്ളിൽ, ചില വിഷയങ്ങൾ അതിനു മുന്നേ പൂർത്തിയാക്കുന്നതാണ്. എന്നാൽ മിക്കവാറും എല്ലാ വിഷയങ്ങളും ഏകദേശം 10 അല്ലെങ്കിൽ 1-2 ദിവസം കൂടുതലായിട്ട് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യം +1 ഇംപ്രൂവ്മെന്റ്, അതിനുശേഷം +2, പിന്നെ അതിനുശേഷം +1. ഈ ക്രമത്തിലാണ് വാല്യുവേഷൻ തുടങ്ങാൻ നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇന്ന് തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. 10 ദിവസങ്ങളായാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. ആദ്യഘട്ടം 16 മുതൽ 18 വരെയും, രണ്ടാം ഘട്ടം 20 മുതൽ 25 വരെയും, മൂന്നാം ഘട്ടം 27 മുതൽ മെയ് 2 വരെയുമാണ്. മെയ് 2-ാം വാരത്തോടെ ഫലം പ്രഖ്യാപനവും ഉണ്ടാകും. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 8.7 ലക്ഷം വിദ്യാർത്ഥികളുടെ 80 ലക്ഷത്തോളം ഉത്തരപേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത്. VHSE വിഭാഗത്തിൽ 30,000-ഓളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. 4.14 ലക്ഷം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിരിക്കുന്നത്. 36 ലക്ഷത്തോളം ഉത്തരപേപ്പറുകളാണ് SSLC വിഭാഗത്തിൽ മൂല്യനിർണ്ണയം നടത്താനുള്ളത്.